സീറ്റ് വിഭജനത്തിൽ മഹാരാഷ്ട്ര എൻഡിഎയിലെ തർക്കം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നേരിട്ടെത്തും. വിദർഭ, വടക്കൻ മഹാരാഷ്ട്ര, മറാത്താവാദ മേഖലയിലെ പ്രശ്നങ്ങളാകും പരിഹരിക്കുക. ഗുജറാത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 2 നേതാക്കൾ ഇന്ന് ബിജെപിയിൽ ചേരുകയും ചെയ്യും. ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീനാഥ്. ബോംബെയിൽ കാലാവസ്ഥയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ഗോദയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഏതായാലും മുംബൈയിൽ ഒരല്പം തണുപ്പുണ്ട് രാവിലെ തന്നെ. പക്ഷേ മുംബൈയിലെയും മഹാരാഷ്ട്രയിലും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതല്പം ചൂട് പിടിച്ച സമയമാണ്. സീറ്റ് ചർച്ച മഹാവികാസ് അഘാടി, അതായത് കോൺഗ്രസ് അടങ്ങുന്ന സഖ്യത്തിൻ്റെയും മഹായുതി, അതായത് BJPയുടെ NDA സഖ്യത്തിൻ്റെയും ഒക്കെ തന്നെ സീറ്റ് ചർച്ച, അത് വലിയ തർക്കങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൽ കൂടുതൽ തർക്കം ഒരുപക്ഷെ NDAയുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇന്ന് സാക്ഷാൽ അമിത്ഷാ തന്നെ സംസ്ഥാനത്തേക്ക് നേരിട്ടെത്തി ഈ ചർച്ചകൾ നടത്താൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് 3 ഇടങ്ങളിലാണ്, വിദർഭ, വടക്കൻ മഹാരാഷ്ട്ര തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ ഈ പ്രധാനമായും ഈ തർക്കം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ തന്നെയാണ് ഒരു ദിവസമാണെങ്കിലും അമിത്ഷാ എത്തി ചർച്ചകൾ നടത്താൻ പോകുന്നത്. ഷിൻഡെ വിഭാഗത്തിലെയും ഒപ്പം തന്നെ അജിത് പവാർ NCPയുടെയും നേതാക്കളുമായൊക്കെ തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഈ തർക്കത്തിലൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞേക്കുമെന്നതാണ് അവരുടെ പ്രതീക്ഷ. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 195 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധിക്കണം. 48 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. പക്ഷേ അവിടെ ഈ തർക്കങ്ങൾ നീണ്ടുപോകുന്നത് കൊണ്ടാണ് ആ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത്. ഏതായാലും ഇനിയിപ്പോൾ അമിത്ഷാ കൂടി വന്ന് ആ ചർച്ചകളിൽ വേഗത്തിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയും എന്നതാണ് അവരുടെ പ്രതീക്ഷ. ഇപ്പോൾ 13 സീറ്റ് ഷിൻഡെ വിഭാഗത്തിന് നൽകാനാണ് തീരുമാനം. അജിത് പക്ഷത്തിന് 5, ബാക്കി 30 സീറ്റുകളിലും BJP മത്സരിക്കും. അതായത് കഴിഞ്ഞ തവണ ശിവസേന മത്സരിച്ച അത്രയും സീറ്റുകൾ ഇത്തവണ ഷിൻഡെ വിഭാഗത്തിന് കിട്ടാൻ പോകുന്നില്ല എന്നതാണ്. അതിലാണ് പ്രധാനപ്പെട്ട തർക്കം നിലനിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നാൽ അവിടെ ഏതാണ്ട് ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ധവ് വിഭാഗം 17 സീറ്റിൽ മത്സരിക്കും. ശരത് പവാർ വിഭാഗം 10 സീറ്റുകൾ മത്സരിക്കും. ഒപ്പം തന്നെ കോൺഗ്രസ് 15 സീറ്റ്. അങ്ങനെ വന്നാൽ ശേഷിക്കുന്ന ഒരു 6 സീറ്റ് കൂടിയുണ്ട്. അതിൽ കൂടി വളരെ വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാകും. ഒരുപക്ഷെ ഇവർക്ക് പുറമെ വന്നിട്ടുള്ള വഞ്ചിത് ബഹുജൻ അഘാടി പോലെയുള്ള പാർട്ടികൾക്ക് എത്ര സീറ്റുകൾ എന്നതായിരിക്കും ഒരുപക്ഷെ ഈ 6 സീറ്റുകളിലെ ചർച്ചകൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഗുജറാത്തിലേക്ക് വന്നാൽ ഇതുപോലെ തന്നെ അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായ ദിവസമാണ് കഴിഞ്ഞ ദിവസം. 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഉച്ചയോടെ പാർട്ടി ആസ്ഥാനമായ ഗാന്ധിനഗറിലെ കമലത്തിൽ വെച്ച് അർജുൻ മോദുവാദിയും, അദ്ദേഹം ഇന്ന് പാർട്ടിയിൽ ചേരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, അദ്ദേഹത്തോടൊപ്പം പോയിട്ടുള്ള അംബരീഷ് ധർ, അതായത് നിലവിലെ PCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്ന അംബരീഷ് ധർ ഇന്ന് എന്തായാലും BJPയിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെയായിരിക്കും അർജുൻ മോദുവാദിയ എന്ന ഒരു കാലത്ത് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റുമായൊക്കെ കോൺഗ്രസിന്റെ ഒരു മുഖമായി നിന്ന നേതാവ് BJPയിലേക്ക് പോകാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നു. ശരി ശ്രീനാഥ്, ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും രാഷ്ട്രീയ മേഖല അത് അന്തരീക്ഷം വളരെ ചൂട് കൂടി വരികയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.